ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ അവി നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു ടാറ്റ പോവുകയാണേ. എവിടെയാണെന്നല്ലേ, കല്ലാറാണ് കേട്ടോ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള. ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും മാറ്റിയാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് വശപ്പശമൊക്കെ ഫീൽ ചെയ്യും, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എപ്പോഴും ഉള്ളതുപോലെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി അപ്പം ഞം കഴിക്കണം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഞങ്ങൾ എന്താ കഴിക്കുന്നതെന്നല്ലേ, ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ബിരിയാണി എന്നൊന്നും പറയാൻ കൊള്ളൂല. തരക്കേടില്ല, വിശപ്പിന് വേണമെങ്കിൽ കഴിക്കാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാസ് എടുക്കണമായിരുന്നു. പാസ് എടുക്കാൻ ആൻറ്റി കയറിയിട്ടുണ്ട്, ആൻറ്റിയും മക്കളും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിന് ഞങ്ങളിതാ പുറത്ത് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഏരിയ ഈ കല്ലാറ് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പും, പോകുന്ന വഴിക്കൊക്കെയാണെങ്കിലും നല്ല സുഖമായിട്ട് പോവാട്ടോ. അങ്ങനെ അനിയത്തിക്ക് വെച്ച് പാസ് എടുക്കാൻ നിന്ന നേരത്തിന് അവിടെ വന്ന് ചുള്ളൻ ചെക്കന്മാരെയൊക്കെ വായി നോക്കി ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പോഴത്തേക്കും അതാ മാമനെയും കുഞ്ചിനെയും കാണാനില്ല. എവിടെ പോയി എന്ന് നോക്കിയപ്പോഴല്ലേ മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് രണ്ടുപേരും. എൻ്റെയും മാമൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ വെതിർത്തിരുന്ന മാങ്ങയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മാമൻ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇനി ഒരിടത്തിരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണേ. അങ്ങനെ അതാ നമ്മുടെ കടമ്പകൾ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനപരമായിട്ട് ഞങ്ങൾ മൂന്നാളും പോയിരുന്നു മാങ്ങ തിന്നു. മേടിച്ച മാങ്ങ ഉപ്പിലിട്ട പഴുത്ത കാട്ടുമാങ്ങായും പച്ചമാങ്ങ ഉപ്പും മുളകും കൂടെ വെതറിയത് വരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. നല്ല മധുരം, ചെറിയ പുളിയും ചെറിയ ഉപ്പും. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ച് ഇനി നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് അകത്തേക്ക് പോകണം കേട്ടോ. വണ്ടിക്കാണെങ്കിൽ ഏകദേശം ഒരു 5-8 മിനിറ്റോളം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം കൊണ്ട് ഫ്രണ്ടിലേക്ക് പോകാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പോകുന്ന വഴികളൊക്കെ. സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കൂളിംഗ് ആണ്. വെയിലുണ്ടെങ്കിൽ പോലും ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളൊരു 5-8 പേര് മാത്രം അടങ്ങുന്ന കൊച്ചു കുടുംബത്തിലെ കുഞ്ഞു സന്തോഷങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷങ്ങൾക്കിടയിലും ഒരുപാട് മിസ്സിങ് ഫീലിങ്സുകളും ഉണ്ട്. പക്ഷേ എല്ലാം മറക്കേണ്ടതെല്ലാം മറന്നും സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷം തന്നെ ജീവിക്കണ്ടേ. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തേടി നമ്മൾ തന്നെ പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മൾ പാർക്കിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും യാത്ര ചെയ്യുന്നേ, രസമല്ല ഇങ്ങനെയൊക്കെ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ റൂമുകളായിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ ഡ്രസ്സ് മാറാം. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാറക്കൂട്ടങ്ങൾക്കൊക്കെ ഇടയിൽ കയറുന്നത് നമുക്ക് വേണമെങ്കിൽ മാറാം. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, സംഭവം കൊള്ളാമോ? ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മൂത്തവന് ആൻറ്റീനെയും ഇളയതിന് മാമനെയും മതി. ഞാൻ ഫ്രീ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങിയ ടെൻഷനേ ഇല്ല കേട്ടോ. രണ്ടുപേരും രണ്ടുപേരുടെ കയ്യെ തൂങ്ങി അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. എന്നെ ഒരു ശല്യത്തിന് വിളിക്കാറില്ല. ഇത്രയ്ക്കും ചൂടാണെങ്കിലും എൻ്റെ പൊന്നോ, വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് ആൻറ്റി തന്നെ കുഞ്ഞിനെ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി. പക്ഷെ ആദ്യം ഒന്ന് തണുത്തെങ്കിലും പിന്നെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ ഏരിയ. എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്നുമല്ല, ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയ പിന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് തന്നെ രാവിലെ ഒരു 8-9 മണി ആയ പിന്നെയായിരുന്നു കേട്ടോ. തലേദിവസമേ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി. എൻ്റെ കാച്ചിപ്പനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. കാരണം വെള്ളത്തിൽ കളിക്കാനൊക്കെ പിള്ളേരെ സംബന്ധിച്ച് പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ മാമനും അപ്പൂപ്പായും പിടിച്ച് മുക്കുമോ എന്നുള്ള പേടി ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. എന്നാലും ആൻറ്റീനെയും മാമനെയും ഒക്കെ ചുറ്റിപ്പറ്റി അങ്ങനെ അങ്ങോട്ട് നിന്ന്. കുഞ്ഞനതാ വെള്ളത്തിൽ കാര്യമായിട്ട് കളിക്കുന്നുണ്ടേ. അപ്പൂപ്പായ്ക്കും മാമനും നീന്തലൊക്കെ അറിയാം എന്നാണ് പറയുന്നത്. എതിരുതോ മാമനതാ വെള്ളത്തിൽ കൂടെ തുഴയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും 4 പേരും കൂടി നിന്ന് ഒരു സൈഡിൽ നിന്ന് നീരാടി കേട്ടോ. അവസാനം ഈ തെണ്ടികളെല്ലാം കൂടെ എന്നെ പറ്റിച്ച് വെള്ളത്തിൽ പിടിച്ച് മുക്കി. എനിക്ക് പച്ചവെള്ളം പണ്ടേ പേടിയാണ് ഗെയ്സ്. എനിക്ക് പച്ചവെള്ളം തലയിൽ വീണാൽ ശ്വാസം മുട്ടും ഗെയ്സ്. അത് ഒരു പ്രത്യേക കഴിവാണ്. എനിക്ക് മാത്രമുള്ള കഴിവാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പായും മാമനും കൂടെ കാശുവിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നുണ്ട്. കാശുവിന് കൈ വിട്ട് നടക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അവന്മാരെ കണ്ട കാച്ചു അപ്പോൾ ഓടും. അതുകൊണ്ട് തന്നെ അമ്മ കയ്യെ പിടിക്കുന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളത്തിലിറങ്ങിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാമനും അപ്പൂപ്പായും ഇല്ലെങ്കിൽ മാത്രമേ കൊച്ചു നീങ്ങുള്ളൂ. അങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്ന് ഇത് കണ്ടില്ലേ മാമൻ വരണത് ഇങ്ങനെ വന്നിട്ട് പിടിച്ച് മുക്കും. അതാണ് കൊച്ചിന് ടെൻഷൻ. അതുകൊണ്ട് എന്നെ പറ്റി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണേ. ഈ സ്ഥലത്ത് പോയിട്ടുള്ളവരോട് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൊളി വൈബ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് കുറച്ച് സമയം മതിയാകാതെ വരും. അതായത് ഞങ്ങൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ അവിടെ നിന്നു. 3 മണിക്കൂറല്ല, ഏകദേശം ഒരു 4 മണിക്കൂറിനടുത്ത് നിന്നിട്ടുണ്ട്.
പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് മതിയാകാതെ വരും. കാരണം അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കൂളായിട്ടുള്ളൊരു സ്ഥലം. നിന്നെ ഞാൻ നീന്തൽ പഠിപ്പിക്കാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തുന്നതാണ് കേട്ടോ. പക്ഷേ ഇവൻ ചതിക്കും, എനിക്കറിയാം. ഇവന്മാർ രണ്ടും ചതിക്കും. ഇവന്മാർ രണ്ടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിടിച്ച് മുക്കിക്കളയും. അതുകൊണ്ട് പേടിച്ചിട്ട് കൈയൊക്കെ കുത്തി ഒരു സൈഡിൽ ബാലൻസ് ചെയ്താണ് ഇരിക്കണത്. കാശു അടുത്തുണ്ടെന്നുള്ളൊരു ബലമുണ്ട് കേട്ടോ. കാരണം എന്നെ പിടിച്ച് മുക്കിയ കാശു കരയും. അങ്ങനെ ഒരുപാട് നേരത്തെ വെള്ളത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞിനും കൂടെ ഉണങ്ങാൻ പോയിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിന് മടുത്തും തോന്നുന്നു. അവസാനം ചെറിയ ചിണുക്കായപ്പോഴത്തേക്കും മേലൊക്കെ തോർത്തി ഞങ്ങൾ വന്ന് വെയിലത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അതാ ആളാമേതം ഓരോരുത്തരുടെ ഡ്രസ്സൊക്കെ മാറി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കലാപരിപാടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണേ. വെള്ളത്തിക്കളിയും അറമാദനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും നല്ലോണം വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പോയി ഇന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് കയറി ഓടണതെല്ലാവരും. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തന്നെ പോകുന്ന വഴിക്കും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളിന്ന് പട്ടിണിയായിരിക്കും എന്ന്. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് കടകളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ കയറി ഒരു ബേക്കറിയിൽ കയറി ഒരു ഷേക്ക് കുടിച്ചു കേട്ടോ. കുഞ്ഞിന് ഒരു വാട്ടർമെലൺ ജ്യൂസും മേടിച്ച് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുഞ്ഞിന് ഒരു ബേബി പാണ്ടയും മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്ന് അപ്പോൾ അതാ കുഞ്ഞിനെ ബേബി പാണ്ടയൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ തിരക്കിട്ട് പോയതുകൊണ്ട് തന്നെ എല്ലാം നിറഞ്ഞിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് വീട് കണ്ടിട്ട് ആരും പേടിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ കുഞ്ഞിനും അപ്പൂപ്പായും കൂടെ കുറേ നേരം വണ്ടിയൊക്കെ ഓടിച്ച് ആ സമയത്തിന് ഞാനവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം കുഞ്ഞിനെ ഇനി ഇത് പഠിപ്പിച്ച് വരണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. കുറച്ച് വഴക്കൊക്കെ കുറയട്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വണ്ടിയൊക്കെ മേടിച്ച് കൊടുത്ത് അവത്തിലിരുത്തിയത് കേട്ടോ. ആൾ പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുമായിട്ട് സെറ്റായിട്ടിരുന്നോളും ഗൈസ്. ഇത് ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ബാക്കിലിരുന്ന് അനിയനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ചേട്ടനാണ് കേട്ടോ ഡ്രൈവർ. അങ്ങനെ അവർ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.